ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ ആ ഹഗ് ചെയ്യുന്നതിന് തുല്യമാണ്. ആ 2 ഗ്ലാസ്സിൽ ഇങ്ങനെ കൈ ചേർത്ത് വയ്ക്കുന്ന ഒരു ഫീലില്ലേ അത്. നമസ്കാരം, കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 24-ാം തീയതി 2024 ഞായറാഴ്ച ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ജയിലിൽ പോയിരുന്നു. റാംല ജയിലിൽ പോയി കുറച്ച് ആളുകളെ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഏകദേശം 6 മലയാളികളെയാണ് വിസ ഇല്ലാതെ ഇസ്രായേലിൽ താമസിച്ചതിൻ്റെ പേരിൽ എമിഗ്രേഷൻ അറസ്റ്റ് ചെയ്തത്. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തത് വെളുപ്പിന് 3 മണിക്ക് അവരുടെ റൂമിൽ ചെന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതായത് റൂമിൽ ചെന്ന് അവർ നോക്ക് ചെയ്തു. അവർ തുറക്കുമ്പോഴത്തേക്കും ഡോറ് അവർ ബ്രേക്ക് ചെയ്തിട്ട് അവരെ ബലമായിട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡോറ് ബ്രേക്ക് ചെയ്തിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാര്യം കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ഒരു സ്ഥലത്ത് മാത്രം എമിഗ്രേഷൻ ചെന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ഇൻഫർമേഷനോടുകൂടി ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇതിൻ്റെ പുറകിൽ, എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ആ ബിൽഡിങ്ങിൽ നമ്മൾ അന്വേഷിച്ചിടത്തോളം വേറെയും റൂമുകളുണ്ട്, വേറെയും ആളുകൾ, ഇല്ലീഗൽ എമിഗ്രൻ്റ് ആയിട്ടുള്ള ആളുകൾ, വേറെ രാജ്യക്കാരും വേറെ സംസ്ഥാനക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും 3 പേരെ ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തത് ജോലി സ്ഥലത്ത് വെച്ചായിരുന്നു. അയാൾ UN വിസയിലായിരുന്നു. വിസ റിന്യൂവൽ കിട്ടിയിരുന്നില്ല. തുടർന്ന് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ജോലി സ്ഥലത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്ത്. ബാക്കി 2 പേരെ സ്ട്രീറ്റിൽ വെച്ചിട്ടുമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 6 പേരാണ് മലയാളികളായിട്ടുള്ളത്. മൊത്തത്തിൽ 9 പേരാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പോയി കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ പാസ്പോർട്ട് ഓൾറെഡി വാലിഡ് പാസ്പോർട്ട് ഉള്ളവരുണ്ട്. അവർക്ക് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡീപ്പോർട്ടിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാവും, അവർക്ക് പോകാൻ പറ്റും എന്നാണ് നമുക്ക് അവിടെ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നു വിട്ടിരുന്നു. അതിലൊരു പർട്ടിക്കുലർ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഒരാൾക്ക് ഒരു സമയത്ത് ഒരാളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ ഒരു വിസിറ്റർക്ക് അകത്ത് കിടക്കുന്ന ഒരാളെ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ആരെങ്കിലും ഇതുപോലെ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ, ജയിലിൽ പോയി ആളുകൾ കാണാൻ പോകുന്ന സമയത്ത് സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണോ കൊടുത്തു വിടുന്നത് അയാൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അതുപോലെ ഒരു പക്ഷേ നമ്മളിപ്പോൾ പിടിക്കപ്പെടുന്ന ആളുടെ റൂമിൽ ചെന്നിട്ട് അയാളുടെ തിങ്സൊക്കെ ആയിരിക്കുമല്ലോ കളക്ട് ചെയ്ത് ഒരു ബാഗിൽ ഇട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തു വിടുന്നത്. അങ്ങനെ കൊടുത്തു വിടുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പോക്കറ്റിലൊക്കെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, ചിലപ്പോൾ അതിൻ്റെ കണ്ടൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ഈ കൊടുത്തു വിടുന്ന സമയത്ത്. അതുപോലെ തന്നെ ലീഗൽ ഡോക്യുമെൻറ്റുകൾ, ചെക്ക് ലീഫുകൾ, പാസ്പോർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ആരാണോ ജയിലിൽ കാണാൻ വേണ്ടി പോകുന്നത് അയാളോട് കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം. അതുപോലെ കോൾഡടിച്ചു മഴ തുടങ്ങിയുകൊണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ പലരും ചോദിക്കാറുണ്ട്, അയ്യോ പിടിക്കപ്പെട്ട ആൾ ഇതുപോലെ റെഗുലർ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്, അപ്പോൾ അവർക്ക് മെഡിസിൻ്റെ ഒരു ഇഷ്യൂ വരും. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ആരെ എമിഗ്രേഷൻ ഇവിടെ പിടിച്ചാലും യാതൊരു വിധത്തിൽ അവർ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു പ്രവർത്തനങ്ങളുമില്ല. ഡയറക്റ്റ് അവരെ ഡീപ്പോർട്ടിങ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. പാസ്പോർട്ട് ഓക്കെ ആണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എപ്പോഴാണോ അടുത്ത ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഉള്ളത് അതിന് തന്നെ അവരെ കയറ്റി ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് അല്ലാത്തവർക്ക് മാത്രം ഇന്ത്യൻ എംബസിയിൽ നിന്ന് എക്സിറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു സാവകാശം എടുക്കാറുണ്ട്. അത് ചിലപ്പം അറൗണ്ട് 30 to 45 ദിവസം വരെയൊക്കെ ആ പ്രോസസ്സ് നീണ്ടു പോകാറുണ്ട്. അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പോസിബിൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മാക്സിമം പാസ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർക്ക് പാസ്പോർട്ട് എടുക്കാൻ സാധ്യമായ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഇല്ലീഗൽ എമിഗ്രൻ്റ് ആയിട്ട് ഇസ്രായേലിൽ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ബ്ലാക്ക് സീൽ ചെയ്യും. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയുണ്ട്. നമ്മൾ ഇല്ലീഗലായിട്ട് നിന്നതിന് ശേഷം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൽ ബ്ലാക്ക് സീൽ അടിക്കും. ഇതുപോലെ ബ്ലാക്ക് സീൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇസ്രായേലിൽ അങ്ങനെ യാതൊരു സിസ്റ്റവുമില്ല. നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമോ അല്ല പാസ്പോർട്ടിൽ ബ്ലാക്ക് സീൽ ചെയ്യുമോ നമ്മളെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുക എന്നൊരു പോളിസി ഇവർക്കില്ല. നമ്മൾ ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് തുടരുന്നത് കൊണ്ട് നമ്മളെ എക്സിറ്റ് ചെയ്യിക്കുന്നു. അതും പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ചിലവിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യിക്കുന്നത്. ഒരിക്കലും നമ്മൾ പൈസ മുടക്കി ടിക്കറ്റ് എടുക്കേണ്ട സാഹചര്യമൊന്നും അതിനകത്തില്ല. പിന്നെ എനിക്ക് വളരെ വിഷമമായിട്ടൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മലയാളികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും ഇന്ന് വിസിറ്റിംഗ് ഡേ ആയിട്ടും ആകെ ഞാനൊരു മലയാളി മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. പലർക്ക് സമയമില്ലാത്തത് കൊണ്ടാണോ അതോ
പേടിച്ചിട്ടാണോ മനഃപൂർവ്വം പോവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ ഒരു ചേച്ചി തന്നെ വിളിച്ചിരുന്നു കേട്ടോ. അവരുടെ റിലേറ്റീവ് ഒരാളകത്തുണ്ട്. പക്ഷേ നമുക്ക് 2 പേര് ഇന്ന് പോകാനില്ലായിരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ 2 പേര് പോയി 2 പേരെ മീറ്റ് ചെയ്തേനെ. എന്തായാലും ഞാൻ പോയി കണ്ട ചേട്ടൻ, പുള്ളി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് കുറച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാനും കൂടെ ഭയങ്കര പോസിറ്റീവായി. പുള്ളി ആ ജയിലിലാണ് കിടക്കുന്നതെങ്കിലും ആ സാഹചര്യം അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, പുള്ളി പാസ്പോർട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാനും പറ്റും പുള്ളിക്ക്. അതുകൊണ്ടും കൂടി ആയിരിക്കാം. എന്തായാലും അവിടെ ഞാൻ ആ വിൻഡോയിലൂടെ, നമ്മളൊരു ഗ്ലാസ് വിൻഡോയുടെ ഇപ്പുറത്തും അപ്പുറത്തും ഇരുന്നാണ് സംസാരിക്കുന്നത്. മൈക്രോഫോൺ ഉണ്ട് അവിടെ, ഫോൺ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. കണക്റ്റഡ് ലാൻഡ് ലൈൻ ഫോൺസ് ഉണ്ട്, ഇൻ്റർകോം ഫോൺസ് ഉണ്ട്. അപ്പം അയാൾക്ക് എന്നെ കണ്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ ആ ഹഗ് ചെയ്യുന്നതിന് തുല്യമാണ്. ആ 2 ഗ്ലാസ്സിൽ ഇങ്ങനെ കൈ ചേർത്ത് വയ്ക്കുന്ന ഒരു ഫീലില്ലേ, അത് എന്താ പറയുക, ഒരുപാട് നാൾ നമ്മളൊരു മനുഷ്യനെ കാണാതെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് അയാൾ ഈവൻ 1 വീക്കേ ആയിട്ടുള്ളൂ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്, എന്നാൽ പോലും അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം വലുത് തന്നെയാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കാനനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണെന്ന് പറയുന്നത് പോലെ കുറച്ച് പെയിൻഫുള്ളാണ് നമ്മളൊരു വ്യക്തി ജയിലിൽ അടയ്ക്കപ്പെടുക എന്നുള്ളത്. പക്ഷേ മാക്സിമം ലീഗലാവാൻ പറ്റുന്നവരൊക്കെ ലീഗലായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ കുറഞ്ഞ പക്ഷം പാസ്പോർട്ട് എടുക്കാൻ സാധ്യമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുക. പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മുടെ ഈ പ്രോസസ്സ് ഈവൻ നമ്മൾ പിടിക്കപ്പെട്ടാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്